ഓ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ വൈകിട്ടൊക്കെ നല്ല ചാറ്റമഴ ഉണ്ടായിരുന്നു. മഴയെല്ലാം കഴിഞ്ഞ് ഇതുണ്ടോ, മുറ്റമൊക്കെ തൂത്ത് വാരാൻ കിടക്കുവാണ്. കുറേ പണികൾ രാവിലെ ഉണ്ട്. പാത്രത്തിലൊക്കെ വെള്ളം കുറച്ച് കിട്ടി. വലിയ മഴയില്ല, ഇന്നലെ പകൽ തൊട്ടുള്ള മഴയുടെ വെള്ളം കേട്ടോ, അതിനുള്ള വെള്ളമുള്ളായിരുന്നു. വെള്ളമൊന്നുമില്ല ഗൈസ്, ഇങ്ങനെ പോകുന്നു. രാവിലെ എഴുന്നേറ്റ് കാപ്പി ഉണ്ടാക്കുവാണ്. രാവിലെ അപ്പമാണ്. ഉച്ചയ്ക്ക് ഇതിനാ കുഞ്ഞ് പാത്രത്തിൽ മതി കേട്ടോ, അത് തറയിലും പോയി. ഇനി ആരും എഴുന്നേറ്റില്ല, അമ്മയൊക്കെ ഉറക്കത്തിലാണ്. അന്ന് എഴുന്നേറ്റ് വന്നില്ല. മോനില്ല, അവൻ ഇന്നലെ ആശ്രമത്തിൽ പോയിട്ട് വന്നില്ല. വൈകിട്ടേ വരുള്ളൂ. ഇന്നത്തെ ആരാധന കഴിഞ്ഞേ വരുള്ളൂ. മോന് എഴുന്നേറ്റില്ല, വിളിക്കണം. പോകാറാകുമ്പോഴത്തേന് ഞങ്ങൾക്കും പോകും. അതിനുവേണ്ടിയിരിക്കുന്നു. ചോറടുപ്പത്ത്, ചോറ് തിളച്ചതുമായിരിക്കണം. വെള്ളം നിറച്ചുള്ള തിളച്ചതായിരിക്കും, തുറന്ന് വെച്ചതാണ്. പിന്നെ കറി ഇരിപ്പുണ്ട്, മീൻകറി ഇരിപ്പുണ്ട്. ഇന്നത്തെ അപ്പത്തിന് കടലക്കറിയുണ്ട്. ഇവിടെ ചൂടുവെള്ളം കുടിക്കാൻ വെച്ചിരിക്കുന്നു. ഇനി അങ്ങനെ ഇത്തിരി രാവിലെ തിരക്കോട്ട് പണിയുണ്ട്. ആശ്രമത്തിൽ പോകണം, അതാണ് മെയിൻ. അമ്മ എഴുന്നേറ്റില്ല, നമുക്ക് അമ്മയെ വിളിക്കാം. അമ്മ എഴുന്നേക്ക്, വാ, എഴുന്നേറ്റ് വാ. എനിക്ക് രാവിലെ പോകണ്ട. താഴെ വീട്ടിൽ പോയി തുണി കഴുകിയിട്ടിട്ട് വേണം പോകാൻ. യൂണിഫോം കഴുകാതിരിക്കുക പിള്ളേരുടെ. കഴുകിയിട്ടിട്ട് എഴുന്നേറ്റ്. അമ്മ ഇന്നലത്തെ പോലെ അല്ലേ കാപ്പി കുടിക്കായിരിക്കും. വാ, എഴുന്നേറ്റ് പല്ലൊക്കെ തേക്ക്, ഞാൻ കാപ്പി എടുത്ത് വെക്കാം. അവളെ കൊണ്ടുപോകണം. പിന്നെ ഗൈസ്, ഞങ്ങളുടെ അച്ഛനിരിക്കുന്ന കണ്ടോ ഫോട്ടോയിൽ? അതാണ് ഞങ്ങളുടെ അച്ഛൻ. മരിച്ചുപോയി. 2020 ഞങ്ങളെ വിട്ടുപോയി. നീ മോളെ, നീ എടുത്തു വെക്കാം. ഗായ്സ്, ഇന്നലെ ഞാൻ പണിക്ക് പോയിട്ട് വന്നപ്പോൾ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച ഒരു ചക്കയാണ്. മഴയായിരുന്നുകൊണ്ട് ഞാൻ അവിടെ നിന്നുണ്ട്. അവർ കാറിന് ഇവിടെ കൊണ്ടുവിട്ടതാണ്. മഴയായിരുന്നുകൊണ്ട് ഞാൻ വന്ന വഴിക്ക് ഇങ്ങോട്ട് വെച്ചെടുത്ത്. അമ്മ ഇപ്പോൾ പറയാം ചക്ക എടുത്ത് പാത്രത്തിലോട്ട് എടുത്ത് മാറ്റി വെക്കാൻ പറയുന്നതാണ്. ഇന്നും മഴ ചാറുന്നുണ്ടോ ദൈവമേ. മഴ പെയ്ത് നല്ലൊരു മഴ പെയ്തിരുന്ന ഞങ്ങൾക്കൊന്നും കുഴപ്പമില്ല. ഇത് ചുമ്മാ ചാറ് വെള്ളവും ഇല്ലൊന്നുമില്ല. ഞങ്ങൾക്കൊന്നും മഴ വരും, വെള്ളത്തിന് ക്ഷാമോ ഗൈസ്. അങ്ങനെയൊക്കെ പോകുന്നു. അതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷം. പിന്നെ ഗൈസ്, ഞാൻ പറഞ്ഞത് നോക്ക്, ഇവിടെ തന്നെ വന്ന് ചാട്ടി എൻ്റെ തോളെ കയറി ഇരിക്കുവാനി കണ്ടോ. ഇതാണ് പരിപാടി. എനിക്ക് നഖം കൊള്ളുന്നു കുഞ്ഞി. ഈ ഇരിപ്പിന് ഇവിടെ ഇരിക്കും. എടുത്ത് മാറ്റിയാൽ അടുത്ത് മാറത്തുമില്ല. എടി മാന്തല്ല എന്നെ കണ്ടോ എങ്ങനെ ഇരിക്കും. ഇതാണ് ഇവളുടെ കുഴപ്പം. എപ്പോഴും ഇങ്ങനെ. മറ്റേത് പാവം അടുത്തേക്ക് വരത്തുമില്ല. ഇതിനാണ് കുറുമ്പിൻ്റെ ആശാട്ടി. ചില സമയത്ത് പേടിയാണ്, ചില സമയത്ത് ഞാൻ കൊഞ്ചിക്കും. പിന്നെ ഞാനിവിടെ ഇരുന്നിട്ട് ഞാനിങ്ങനെ ചാഞ്ഞ് കിടക്കുമ്പോൾ ഇറങ്ങും. മാമ ഇറങ്ങട്ടെ, മേടത്തോളം ഇറങ്ങും. കണ്ടോ, ഇതാണ് ഇവളുടെ കുറുമ്പ്. കണ്ടോ, എപ്പോഴും അങ്ങനെ. ഇങ്ങനത്തെ ഒരു കുറുമ്പിയാണിത്, കുറുമ്പി കുഞ്ഞ്. ഞാൻ എടുക്കുമല്ലോ, പൊക്കോ, എൻ്റെ അടുത്ത് നിന്ന് പൊക്കോ. എനിക്കിഷ്ടമില്ല. കയറണ്ട, എനിക്കിനി വയ്യ എടുക്കാൻ. വേണ്ട. ഇറങ്ങ എടുത്തോണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല. എൻ്റെ രാവിലെ ആശ്രമത്തിൽ പോട്ടെ. ഇരുന്നാൽ മതി കേട്ടോ. അമ്മയ്ക്ക് പണിയുണ്ട്. ഞാനിപ്പോൾ ഭാഗത്തിരുന്നു, അല്ലെങ്കിൽ ഇവിടെ ദൈവത്തെ കിടന്നു. തോളയിലൊന്നും കയറണ്ടില്ല. ഇതൊക്കെയാണ് കുറുമ്പുകൾ. അത് പാവം വന്നത് ഒരു സൈഡിൽ മാറിയിരിക്കും. അത് ഗൈസ്, നിങ്ങളാരും ഞങ്ങളെ സപ്പോർട്ട്, ഞങ്ങളുടെ വീഡിയോ കാണുന്നവരൊക്കെ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾക്ക് ആരും തന്നെ കാണുന്നില്ല ഞങ്ങളുടെ വീഡിയോ. 35 പേര്, 20 പേര്, 7 പേര് അങ്ങനെയൊക്കെയാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും പ്ലീസ്. ഞങ്ങളെയും കൂടെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഞങ്ങളുടെ സുന്ദരിയും കല്ലുവാണിത്. കല്ലുവാണി വെള്ള കുറുമ്പിൻ്റെ ആശാട്ടിയാണ്. എപ്പോഴും എൻ്റെ തോളിൽ എൻ്റെ കുഞ്ഞിനെ മാന്തി ഇഞ്ചക്ഷനൊക്കെ എടുക്കൊണ്ടുവന്ന് 4,000 രൂപ ഒരു ഇഞ്ചക്ഷൻ എടുക്കേണ്ടത്. കുഞ്ഞായിരുന്നു. അപ്പോൾ ഇത് 1 മാസം ഉള്ളപ്പം ഈ സുന്ദരിക്കുട്ടിയാണ് മാന്തി. ഇത് ഞങ്ങളുടെ കല്ലുക്കുട്ടി, ഇത് ഞങ്ങളുടെ സുന്ദരി. ഇത് പാവം, ഇതാരും ഒന്നും ചെയ്യുകയില്ല. ഇതാണ് അഹങ്കാരി. ഇത് അഹങ്കാരി എന്ന് പറയുന്നത് എപ്പോഴും എൻ്റെ ദേഹത്ത് കയറിയിരിക്കുകയുള്ളൂ. കിടക്കുകയാണ് ഞാൻ എവിടെയെങ്കിലും കിടന്നാൽ അന്നേരം എൻ്റെ തോളെ കയറി കിടക്കണം.
കൈയൊക്കെ എടുത്ത് വെച്ച് അതിനെ അവൾ കിടക്കുള്ളൂ. കുറുമ്പാണ്, കുറുമ്പിക്കുട്ടിയല്ലേ കല്ലു? നമ്മുടെ കുറുമ്പിക്കുട്ടിക്കല്ലു പാവം. കല്ലുവിന് ഭയങ്കര വിളച്ചിലെന്ന് പറഞ്ഞാൽ എല്ലാവരും നോക്കിക്കും. ഇന്നലെ ഇവിടെ ഒരു കൊച്ച് വന്നു, നോട കൊടുത്തപ്പോഴേക്കൊരു കൊച്ച് വന്നു. അതവന് കൊഞ്ചിക്കാൻ കൊടുത്തു. അതിനെ കൊഞ്ചിച്ചതാണ്. പക്ഷെ അത് പിടിച്ചിങ്ങനെ ഇവൻ്റെ ഒരു വിരൽ ഒരു നഖമുള്ള കൊണ്ട് പിന്നെ മണ്ണെണ്ണയൊക്കെ തൂത്ത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പോയി. കുട്ടിക്കുറുമ്പ് എൻ്റെ കൂട്ടുകാരി ചേച്ചി കൊണ്ട് തന്നു എനിക്ക്. തീ കായം കയറിയിരിക്കുന്നു രാവിലെ. ഗായ്സ്, നിങ്ങളാരും ഞങ്ങളുടെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞങ്ങളെ കണ്ടോ കയറി വരുന്നുണ്ടോ ഗായ്സ് എൻ്റെ അടുത്തോട്ട്? കണ്ടോ ഇതാണ് ഈ കുറുമ്പിയുടെ കാര്യം. ഇനി എൻ്റെ തോളെ കയറിയിരിക്കും.